നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. അച്ഛൻ്റെ കൊമ്പൻ മീശയോട് കൊച്ചു നീലാണ്ടന് എതിർപ്പുണ്ട്, കലശലായ എതിർപ്പുണ്ട്. എന്തിനാ അച്ഛാ ഈ കൊമ്പൻ മീശ? ഒരു ദിവസം അവൻ ചോദിച്ചു. മോൻ എന്തിനാ ഷർട്ടിൻ്റെ കൈ ചുരുട്ടി വച്ചിരിക്കുന്നത്? അച്ഛനൊരു മറുചോദ്യം ചോദിച്ചു. കൊച്ചു നീലാണ്ടൻ ആലോചിച്ചു. എന്തിനാണ് കൈ ഇങ്ങനെ ചുരുട്ടി വച്ചിരിക്കുന്നത്? എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അവൻ ഷർട്ടിൻ്റെ കൈ താഴേക്ക് അഴിച്ചു പിടിച്ചു. സ്വയം ഒന്ന് നോക്കി. ഒരു വയസ്സനെപ്പോലെയുണ്ട്. അവൻ പെട്ടെന്ന് പറഞ്ഞു, ഷർട്ടിൻ്റെ കൈ ചുരുട്ടി വച്ചിരിക്കുന്നത് ഭംഗിക്കാണച്ഛാ. എന്നാൽ മീശ വച്ചിരിക്കുന്നതും ഭംഗിക്കാണെന്ന് വെച്ചോ, അച്ഛൻ പറഞ്ഞു. അച്ഛനൊരു ഭംഗിയില്ല, അവൻ പറഞ്ഞു. അച്ഛൻ്റെ അമ്മാവൻ ആ തർക്കത്തിലിടപെട്ടു. നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനും ഒരു കൊമ്പൻ മീശ വയ്ക്കാൻ പോവുകയാണ്. കൊച്ചു നീലാണ്ടന് ചിരി വന്നു. അച്ഛൻ്റെ അമ്മാവൻ കൊമ്പൻ മീശ വെച്ച് നടക്കുന്ന രംഗം അവൻ ഭാവനയിൽ കണ്ടു. ഉച്ചിക്കുടുമയും കൊമ്പൻ മീശയും നല്ല യോജിപ്പുണ്ട്. അച്ഛൻ്റെ അമ്മാവൻ കൊച്ചു നീലാണ്ടനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അച്ഛൻ പുറത്തേക്ക് പോയപ്പോൾ കൊച്ചു നീലാണ്ടൻ കാരണവരുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ്റെ അമ്മാവൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു. വാ, ഇങ്ങോട്ട് വാ, ഒരു വിദ്യയുണ്ട്. കൊച്ചു നീലാണ്ടൻ കാരണവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അദ്ദേഹം പരിപാടി വിശദീകരിച്ചു. അച്ഛൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു കത്തിരിയെടുത്ത് മീശ പതുക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞോ. അച്ഛനും അറിയണ്ട, ആരും അറിയണ്ട. അച്ഛൻ്റെ അമ്മാവൻ കാര്യമായിട്ട് പറയുകയാണോ? കൊച്ചു നീലാണ്ടൻ ചോദിച്ചു. കാരണവർ ഒന്ന് ചുമച്ചു. ഗൗരവം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും അവൻ്റെ ഈ മീശയോട് ദേഷ്യം തോന്നാറുണ്ട്. ഇന്ന് തന്നെ നമുക്ക് കാര്യം ഒപ്പിക്കണം. കൊച്ചു നീലാണ്ടൻ ആലോചിച്ചു. കത്തിരിയെടുത്ത് അച്ഛൻ്റെ മീശ വെട്ടുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അച്ഛൻ ഉണരുമ്പോൾ മീശ തലോടും. മീശ നഷ്ടപ്പെട്ട വിവരം അറിയും. വടിയെടുത്ത് അവൻ്റെ പിന്നാലെ ഓടും. കണക്കിന് കിട്ടും. ഏതായാലും ആ പരിപാടി വേണ്ട. എന്നെക്കൊണ്ടാവില്ലത് അച്ഛൻ്റെ അമ്മാവാ, അവൻ പറഞ്ഞു. ഒരു ദോഷവുമില്ല. നിന്നെ തല്ലാൻ വരുമ്പോൾ ഞാൻ തടുത്തോളാം. ഏതായാലും ലീവ് കഴിഞ്ഞ് നിന്റെ അച്ഛൻ തിരിച്ചു പോകുമ്പോൾ കൊമ്പൻ മീശ മുഖത്തുണ്ടാവരുത്, അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. കൊച്ചു നീലാണ്ടൻ മിണ്ടാതെ നിന്നു. കാരണവർ പറഞ്ഞു, കഷ്ടം, ഇത്ര ഉശിരില്ലാത്തവനായി പോയല്ലോ കൊച്ചു നീലാണ്ടൻ. അത് കണക്കിന് കൊണ്ടു. കൊച്ചു നീലാണ്ടൻ പറഞ്ഞു, ശരി അച്ഛൻ്റെ അമ്മാവാ, ഇന്ന് തന്നെ നമുക്ക് കാര്യം നടത്തണം. അച്ഛൻ്റെ അമ്മാവന് സന്തോഷമായി. അദ്ദേഹം മരുമകൻ്റെ മുറിയിലേക്ക് നടന്നു. മേശ തുറന്ന് ഒരു കത്തിരി എടുത്തു. കൊച്ചു നീലാണ്ടൻ്റെ പോക്കറ്റിൽ കാരണവർ തന്നെ കത്തിരി ഭദ്രമായി നിക്ഷേപിച്ചു. കൊച്ചു നീലാണ്ടന് എന്തെന്നില്ലാത്ത പരിഭ്രമം തോന്നി. അച്ഛൻ്റെ അമ്മാവന് വാക്കു കൊടുത്തു കഴിഞ്ഞു. ഇനി പിന്തിരിയുന്നത് ഭൂഷണമല്ല. വരുന്നത് വരട്ടെ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.